സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ CI മൃദുലയുടെ മോളെ അവിടെ നിന്ന് പേടിപ്പിച്ച് ഓടിപ്പിക്കുവാണ് കേട്ടോ. അതെ, ഇനി ഇതുപോലെ കേസ് റെസിപ്റ്റ് എന്നൊക്കെ പറഞ്ഞിങ്ങോട്ട് വന്നാലുണ്ടല്ലോ, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. രണ്ടിനും പിന്നെ നാണക്കേട് കാരണം പുറത്തിറങ്ങി നടക്കാൻ പോലും ആവാത്ത അവസ്ഥയിലാകും. എന്താ അതിനെ കൊണ്ട് ചെയ്യിക്കണോ? മര്യാദക്കിറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് രണ്ടിനെയും ആട്ടി ഓടിക്കുവാണ്. ഇതെല്ലാം അവിടെ മറന്നു നിന്ന് ഒരു പോലീസുകാർ റെക്കോർഡ് ചെയ്യുന്നുണ്ടാകും കേട്ടോ. അന്നേരം മോഹൻ ചോദിക്കണേ, നിങ്ങളൊക്കെ എന്ത് കാണാൻ നിൽക്കുക, പൊക്കൂടെ? അങ്ങനെ അവരെല്ലാവരെയും പറഞ്ഞു വിടുവാണ്. എന്നിട്ട് മോഹൻ ഫോണെടുത്ത് ആ ഒരു പയ്യൻ്റെ അച്ഛനെ വിളിക്കുവാണ് കേട്ടോ. അതെ, നിങ്ങളുടെ മോനെതിരെ പരാതി കൊടുത്ത പെണ്ണുണ്ടല്ലോ, അവൾ ഇവിടെ വീണ്ടും വന്നിരുന്നു പരാതിനെക്കുറിച്ച് എന്തായെന്ന് അറിയാനായിട്ടും. അവർ ഈ പരാതി ചുമ്മാ അതൊന്നും വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളുടെ മോനെ അഴിയണ്ണിക്കാൻ തന്നെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. തൽക്കാലം ഞാനൊന്ന് അവറ്റകളെ പേടിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഇനി വരില്ലാന്ന് പ്രതീക്ഷിക്കാം, പക്ഷെ അങ്ങനെ ഉറപ്പിച്ച് പറയാനും പറ്റില്ല. ഞാനിപ്പോൾ ചെയ്യുന്നതിനൊക്കെ ഉണ്ടല്ലോ, മുമ്പ് കൊടുത്തു വിട്ടതിൻ്റെ ഇരട്ടിയായിട്ട് എനിക്ക് തിരികെ കൊണ്ടുവന്ന് തന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മോന് ഒരു കുഴപ്പം വരാതെ ഒരു തട്ടുമുട്ടും കേടുപാടില്ലാതെ ഞാൻ രക്ഷിച്ചെടുത്തോളാം. ശരി, എന്നാൽ പിന്നെ വൈകിട്ട് കാണാം. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. അങ്ങനെ അവിടെ പറഞ്ഞു നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നവർ ഈ ഒരു സംഭാഷണവും കൂടി റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ നേരെ വരുണിൻ്റെ രാധികളുടെ രീതിയിലേക്ക് ചെല്ലുക. ഇതാ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ കാര്യം ഇത് കാരണം ഞാനിതിൽ കൂട്ടുനിന്നത്. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ഒന്നുമില്ലെങ്കിലും ഇതുപോലെ അനീതി പ്രവർത്തിക്കുന്ന പോലീസുകാരൊക്കെ കാക്കി യൂണിഫോമിൽ തന്നെ നാണക്കേടാണ്. മാഡത്തിൻ്റെ ഈ സഹായത്തിന് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ വരുണിൻ്റെ അധികം അവിടെ നിന്നും പോകുവാണ്. പിന്നീട് മൃദുലേനെ മോളേക്ക് അവർ തിരികെ ഡ്രോപ്പ് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം വരുൺ പറയുന്നുണ്ട്, ഞങ്ങൾ കാരണം നിങ്ങൾക്ക് വീണ്ടും അവരുടെ മുമ്പിൽ നാണം കെടേണ്ടി വന്നല്ലേ? ഇല്ല സാർ, അതൊന്നും ഒരു കുഴപ്പമില്ല. എന്താണെങ്കിലും നീതി കിട്ടാൻ വേണ്ടിയല്ലേ. അതിനുവേണ്ടി എത്ര പോരാടിയാനും എനിക്കൊരു മടിയില്ല. വൈകിയാണെങ്കിലും എനിക്ക് ഞാൻ അർഹിക്കുന്ന നീതി തന്നെ കിട്ടണം. അന്നേരം മൃദുലയും പറയുന്നുണ്ട്, അതെ, എൻ്റെ മോളെ ഞാൻ ഇതിനു മുമ്പ് കേസ് പിൻവലിക്കാനൊക്കെ പറഞ്ഞ് അവൾ വിലക്കിയിരുന്നു. പക്ഷേ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ആ പോലീസുകാരൻ ഞങ്ങൾ അപമാനിച്ചോരെന്നൊക്കെ പറഞ്ഞതിന് അയാൾ അനുഭവിക്കണം. ഞങ്ങൾക്ക് ന്യായം വേണം സാർ, അതുവരെ ഞങ്ങൾ പോരാടിയിരിക്കും. ഈ സമയം രാധിക പറയണേ, കൊള്ളാം, നിങ്ങൾ രണ്ടാളും എപ്പോഴും ഇതുപോലെ ധൈര്യത്തോടെ വേണം എല്ലാ കാര്യങ്ങളും നേരിടാനായിട്ട്. നമ്മൾ ഭയന്നിരിക്കേണ്ട ആവശ്യമില്ല. ഭയന്നിരിക്കാനും മാത്രം നമ്മൾ തെറ്റ് ചെയ്തിട്ടുമില്ല. ന്യായം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അന്നേരം വരുൺ പറയണേ, കുട്ടിയോടും മൃദുലയോടൊക്കെ കാണിച്ചതും ചെയ്തതുമായിട്ടുള്ള എല്ലാ ദ്രോഹത്തിനുമുള്ള ശിക്ഷ അയാൾക്ക് ഉടനെ തന്നെ കിട്ടും. കുട്ടിയെ അപമാനിച്ച ആ പയ്യനുണ്ടല്ലോ, അവനും രക്ഷപ്പെടാൻ പോകുന്നില്ല. എല്ലാവരും നിയമത്തിൻ്റെ മുമ്പിൽ പെട്ടിരിക്കും. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യും. തനിക്ക് ഉറപ്പായും ഉടനെ തന്നെ നീതി കിട്ടും. ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. അന്ന് ആ CIയുടെ മുഖത്ത് നോക്കി ഇന്ന് അയാൾ പറഞ്ഞതിനൊക്കെ നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാനുള്ളതാണ്. അയാളുടെ തല താഴ്ന്നു നിൽക്കുന്ന സമയത്ത് നിങ്ങളോട് കാണിച്ച ക്രൂരതക്കൊക്കെ എണ്ണി നിങ്ങൾക്ക് പറഞ്ഞ് പകരം വീട്ടാം. അങ്ങനെ പറഞ്ഞ വരുണിൻ്റെ രാധിക അവിടെ നിന്ന് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരനെ കാണാൻ ജയിലിലെത്തുന്ന ഗൗതത്തിനെയാണ് കേട്ടോ. അച്ഛാ, എന്നാലും അവളുടെ അഭിനയം അതോർക്കുമ്പോഴാണ്. അങ്ങനെ പ്രിയങ്കയുടെ അഭിനയത്തെക്കുറിച്ചൊക്കെയാണ് കേട്ടോ ഗൗതം അച്ഛനോട് പറയുന്നത്. അതൊക്കെ കേട്ടിട്ട് ചന്ദ്രശേഖരൻ പറയണേ, അവളും അവളുടെ മുത്തശ്ശി പഠിച്ച കളികളാണല്ലോ, അത് നമുക്ക് മുമ്പേ അറിയാവുന്ന കാര്യമല്ലേ. എന്നാലും അവളുടെ ഒറ്റൊരു വാക്കുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നോ? അന്ന് അവൾ കോടതിയിൽ മൊഴിമാറ്റി പറയാതിരുന്നെങ്കിൽ അച്ഛനിപ്പോൾ പുറത്തിറങ്ങിയാനേ. എന്താണെങ്കിലും അടുത്ത കോടതിക്ക് അവൾ സത്യങ്ങൾ പറയാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഞാനും CI സാറും കൂടിയേ അവളങ്ങനെ സമ്മതിപ്പിക്കാൻ വെച്ചു. അച്ഛൻ അനുകൂലമായിട്ട് മൊഴി പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, ഈ കേസെല്ലാം അവസാനം കറങ്ങിത്തിരിഞ്ഞ് അവളുടെ തലയിൽ തന്നെ വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവളെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുവാണ്. അവളാണെങ്കിൽ ആകെ ഭയന്ന് വിളിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കാല് പിടിക്കുന്ന അവസ്ഥയിലെത്തി. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ അച്ഛന് പുറത്തിറങ്ങാൻ പറ്റും. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, എന്തോ ഈ പെണ്ണുങ്ങളുടെ വാക്കേ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് കള്ളം പറഞ്ഞ് നല്ല ശീലമുള്ളവരാകുമ്പോൾ. അവരിനി വീണ്ടും കോടതിയിലെത്തിയിട്ട് കാല് മാറുമോ? ഇത്തവണ അങ്ങനെ മാറില്ല. ഇനി അഥവാ അങ്ങനെ കാല് മാറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവളുടെ ജീവൻ തന്നെ ഞാൻ അങ്ങെടുക്കും. ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെ അച്ഛനെ കണ്ട് ഇവിടുന്ന് അച്ഛൻ പറയുന്ന ഓരോ വാക്കുകൾ കേട്ട് എൻ്റെ മനസ്സിലിപ്പോൾ നല്ല ശക്തിയും ധൈര്യവും ഊർജ്ജവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനിനി പുറത്തിറങ്ങിയാലും നമ്മുടെ ശത്രുക്കളെയൊക്കെ നേരിടാൻ ഞാൻ തന്നെ മുമ്പിൽ നിന്നോളാം. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ഞാൻ റെസ്റ്റ് എടുക്കാം. അതിനു മുമ്പ് ചില വെട്ടിവീഴ്ത്തേണ്ട തലകളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരെയും വെട്ടിവീഴ്ത്തി അവരൊന്നും ഇനി ഒരിക്കലും തിരിച്ചെണീറ്റ് വരില്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഞാൻ റെസ്റ്റ് എടുക്കാം. പിന്നീട് അങ്ങോട്ട് കണിമംഗലം ഭരിക്കാൻ പോകുന്നത് നമ്മളല്ലേ. എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങൾ. അവനെ SIയോട് പറഞ്ഞ് എന്തെങ്കിലും ഒരു കനപ്പെട്ട കേസ് ആ പ്രിയങ്കയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണം. അവളൊരിക്കലും ചാടിപ്പോകാൻ പാടില്ല. അവസാനം അവൾക്ക് രക്ഷയ്ക്ക് നമ്മൾ മാത്രമുള്ളൂ എന്നുള്ള തോന്നലുണ്ടാവണം. അങ്ങനെ വേണം അവളെ വരച്ച് വരയി നിർത്താൻ. അക്കാര്യം ഞാൻ പറഞ്ഞോളാം.
അങ്ങനെ പറഞ്ഞ ഗൗതം അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് രാധിക നേരെ ചെല്ലുന്നത് ഫിദയുടെയും അമൃതയുടെ അരികിലേക്കാണ് കേട്ടോ. അങ്ങനെ മൃദുലയുടെയും മോളുടെ കാര്യവും അവിടെ സിഐനെ കാണാൻ പോയ സംഭവം അവിടെ ഉണ്ടായ കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് തന്നെ രാധിക പറയുവാണ്. അതെല്ലാം കേട്ടിട്ട് ക്ഷമ പറയണേ, ഈശ്വര എന്തൊക്കെയാണ് കേൾക്കുന്നത്, എന്തൊക്കെ ക്രൂരത അയാൾ കാണിച്ചു കൂട്ടുന്നത്. ആ പെൺകുട്ടി നീതിക്ക് ഏറ്റവും അർഹിക്കുന്നവളാണ്. അവൾക്ക് മോളും വരണും കൂടി ചേർന്ന് സഹായം കൂടി ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും സഹായിക്കണം. അന്നേരം അമൃതയും പറയുന്നുണ്ട്, അതെ നിങ്ങൾ ആ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അതിലൂടെ ആ പെൺകുട്ടിക്ക് നീതി കിട്ടും. മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെ ദ്രോഹിച്ച ആ സിഐക്ക് ഒരു പണിയും കൊടുക്കാൻ പറ്റും. അന്നേരം ശ്യാമ പറയണേ, മോളെ ആ പറഞ്ഞത് ശരിയാണ്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ മുത്തശ്ശീനെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ എത്ര നാൾ ദ്രോഹിച്ചതല്ലേ അയാൾ, എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം അയാളോട് പകരവും വീട്ടാം. ആ സമയം രാധിക പറയണേ, വരണിക്കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ഈ ഒരു കാര്യവും കൂടി സൂചിപ്പിച്ചു. എന്താണെങ്കിലും ഇതങ്ങനെ വിട്ടുകളയാൻ ഉദ്ദേശിച്ചിട്ടില്ല ഫിദ മാഡം. അയാൾ മനുഷ്യരുടെ സങ്കടം എന്താണെന്ന് മനസ്സിലാക്കണം. കൈക്കൂലി വാങ്ങി മറ്റുള്ളവർക്ക് ഓശാര പണി ചെയ്തും അയാളുണ്ടല്ലോ പാവപ്പെട്ടോട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അയാളെ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം തകർക്കാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ഞാനും വരണും കൂടി അയാളെ പൂട്ടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഫിദ മാഡം വരണും കൃഷ്ണനൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അയാൾക്കിട്ട് ശരിക്കും ഒരു പണി കൊടുക്കാൻ പറ്റും. എന്തുണ്ടെങ്കിലും ഞാൻ കൂടെ തണ്ടേ ഉണ്ട് മോളെ. അന്ന് നീ പറഞ്ഞില്ലേ എനിക്ക് ഈ കാര്യം വേണമെന്ന്, അതുപോലെ നീ വേണമെന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നാൽ മാത്രം മതി. എൻ്റെ മോളുടെ കൂടെ എന്തിനും ഏതിനും കൂട്ടായിട്ട് ഈ അമ്മയുണ്ട്. അങ്ങനെ ഫിദയുടെ വാക്കുകളൊക്കെ കേട്ട സന്തോഷത്തോടും കോൺഫിഡൻസോടും കൂടി നിൽക്കുവാണ്ട് ഒരധികം. പിന്നീട് കാണിക്കുന്നത് രാത്രി കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന CI ചന്ദ്രമോഹനെയാണ്. അയാളുടെ ഒരു കോട്ടേഴ്സ് പോലത്തെ സ്ഥലത്താണ് ഇരുന്നാണ് കേട്ടോ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം വരണം പുറത്ത് ജനലിലൂടെ നിന്ന് അയാളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ആ സമയത്തായിരിക്കും ആ ഒരു കേസിലെ പയ്യൻ്റെ അച്ഛൻ പണവുമായിട്ട് അയാളുടെ അരികിലേക്ക് എത്തുന്നത്. ഇരിക്കടോ സാറേ, പറഞ്ഞ കാശ് മുഴുവൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ വീണ്ടും നിന്ന് പരാതി പറഞ്ഞു എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനാണ്. അന്നേരം ചന്ദ്രമോഹനൻ പറയണേ, എടോ താൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ഞാനുണ്ടല്ലോ അവിടെ CI ആയിട്ട്. എന്താണെങ്കിലും പരാതിയുമായിട്ട് അവരെൻ്റെ അടുക്കലേക്കല്ലേ വരുന്നത്, അവരെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എനിക്ക് എത്തിക്കേണ്ട സാധനങ്ങൾ താൻ എത്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ പണിയെടുത്തിരിക്കും. ഇനി അവറ്റകൾ തൻ്റെ മോനെതിരെ വാ പൊക്കില്ല. അല്ല സാറേ, ഇനി അവരെ വല്ല മാധ്യമപ്രവർത്തകരെ മറ്റോ അറിയിച്ച് ആ വഴിക്ക് നിന്നാലോ? എടോ ഇത്ര നാളായിട്ട് ഈ കേസിൻ്റെ പേരിൽ ഒരു മാധ്യമപ്രവർത്തകർ പോലും വന്നിട്ടില്ലല്ലോ. ഇത് പുറത്തേക്ക് ലീക്കായിട്ടുമില്ല. അതിൻ്റെ കാരണം ഞാനായിട്ട് ആരെയും വിലക്കിയിട്ടൊന്നുമില്ല. താൻ കൃത്യമായിട്ട് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ കാശിറക്കിയത് കൊണ്ട് തന്നെയാണ് അല്ലേ? അതെ സാറേ, കാശ് കുറേ ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മോൻ്റെ പേര് ഒരിടത്തുനിന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അവൻ ഒരിക്കലും അപമാനത്തിനാകാനായിട്ട് പാടില്ല. അതിനുവേണ്ടിയാണ് സാറേ ഞാനിതെല്ലാം ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. എനിക്കറിയാടോ. താൻ ധൈര്യമായിട്ടിരിക്കുക. ഇനി അവൾക്കൊക്കെ സപ്പോർട്ടായിട്ട് ആര് വന്നാലും ശരി, ഒന്നും ഈ ചന്ദ്രമോഹനൻ്റെ അടുത്ത് വില പോകാൻ പോകുന്നില്ല. സാറേ, ഇനി അവൾ വല്ല കടുത്ത ഡിപ്രഷനോ മറ്റോ വന്ന് ആത്മഹത്യ വല്ലതും ചെയ്യുമോ? അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ആകെ പ്രശ്നങ്ങളാവില്ലേ? എന്ത് പ്രശ്നം? അവൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം അവളുടെ തലയിൽ തന്നെ കെട്ടിവെക്കണം. നമ്മളൊന്നും അറിയാത്ത പോലെ പറയണം. അവൾക്ക് ഇതിനു മുമ്പ് ഇതുപോലെ മറ്റു പല ആണുങ്ങളുമായിട്ട് ബന്ധമുണ്ടായിട്ടുണ്ടെന്ന്, പലർക്കൊപ്പം കറങ്ങാനും മറ്റും പോകുമെന്നും. അവളുടെ അമ്മക്ക് അവളെ മര്യാദക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഫലമാണ് ഇപ്പം കാണുന്നത് എന്നുള്ള രീതിയിലൊരു കഥ ഇറക്കിയാൽ പോരെ. സത്യം പറയാലോ, സാറുള്ളതാ സാറേ എൻ്റെ ഒരു ധൈര്യം. എടോ താൻ ധൈര്യമായിട്ട് തന്നെ ഇരുന്നോ. തൻ്റെ മോനെ ഇതിൻ്റെ പേരിൽ ആരും ശിക്ഷിക്കാൻ പോകുന്നില്ല. അവനോട് പഴയതുപോലെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോളാൻ പറ. ഇതുപോലുള്ള വേലത്തരങ്ങൾ കാണിച്ചാലും കുഴപ്പമില്ല. രക്ഷിക്കാനായിട്ട് ഞാനുണ്ടല്ലോ. നിങ്ങളെപ്പോലുള്ള പണക്കാർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാനല്ലേ ഞാൻ ഈ കാക്കിയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് സേവനം ആവശ്യമുണ്ടെങ്കിലും ഞാനപ്പോൾ ചെയ്തിരിക്കും. എനിക്ക് കിട്ടേണ്ടത് പണമാണ്. അതിതുപോലെ എൻ്റെ പക്കലേക്ക് കൃത്യമായിട്ട് എത്തിയാൽ ഞാൻ എന്നും കൂറുള്ളവനായിരിക്കും. അന്നേരം അതൊക്കെ കേൾക്കുന്നത് അയാൾക്ക് സന്തോഷമാക്കണേ. അല്ല സാറേ, ഇവിടെ സേഫാണല്ലോ അല്ലേ? ക്യാമറകളോ മറ്റോ ഒന്നുമില്ലല്ലോ. എടോ എൻ്റെ ഏരിയയിൽ ക്യാമറയോ? താൻ ധൈര്യമായിട്ട് പോടോ. അങ്ങനെ അയാൾ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം മോഹനാണെങ്കിൽ ബാഗ് തുറന്ന് അതിലെ പൈസയൊക്കെ കയ്യിലെടുത്ത് സന്തോഷത്തോടു കൂടി ഇരിക്കുവാണ്. ഇതെല്ലാം വരുൺ റെക്കോർഡ് ചെയ്തിട്ട് അവിടെ നിന്ന് വരുണും പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാധിക നേരെ മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലുക. മുത്തശ്ശി, അതെ നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. രാവിലെ തന്നെ റെഡിയായി നിന്നോളണം. എങ്ങോട്ടേക്കാ മോളെ? ഒരു സന്തോഷമുള്ള സ്ഥലത്തേക്ക് തന്നെയാണ്. എനിക്ക് മനസ്സിലായി എന്താണെന്ന്. എന്നാ പറയാൻ ഞാൻ ജയിലായ സമയത്തെ മോൾ എനിക്ക് വേണ്ടി പല വഴിപാടുകളും മറ്റും നേർന്നിട്ടുണ്ടാവും. അത് നടത്താനായിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്കല്ലേ പോകുന്നത്? മുത്തശ്ശി പറഞ്ഞ ആ കാര്യം നേരാണ്. ഞാൻ കുറേ വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ട്. അതൊക്കെ നടത്തണം. പക്ഷെ തൽക്കാലം നാളെ നമ്മൾ പോകുന്നത് ക്ഷേത്രത്തിലേക്കല്ല. പിന്നെ എങ്ങോട്ടാ? ഇത്രയൊക്കെ പറയാനേ തൽക്കാലം എനിക്കിപ്പോൾ അനുവാദമുള്ളൂ.
ബാക്കിയൊക്കെ അറിയണമെങ്കിൽ മുത്തശ്ശിയുടെ പേരക്കുട്ടി വരുമ്പോൾ തന്നെ നേരിട്ട് ചോദിച്ചോ. അല്ല വരൻ അവിടെ പോയി? ആ ഞാൻ പറഞ്ഞില്ലേ നാളത്തെ പരിപാടി, അതിനുവേണ്ടി ചില മിനുക്കുപണികളും കൂടി ബാക്കിയുണ്ടായിരുന്നു, അത് ചെയ്യാനാണ് വരൻ പോയത്. എന്നാലും പറ മോളെ, നാളെ എവിടേക്കാണ് പോകുന്നത്? എന്തിനാ ഇത്ര സർപ്രൈസൊക്കെ? ഈ സമയം വരണോ അങ്ങോട്ടേക്ക് വരിക? എന്താ മുത്തശ്ശിയുടെ സംശയം? എടാ ഇവൾ പറയുവാണേ നാളെ രാവിലെ എണീറ്റ് എങ്ങോട്ടേക്കോ പോകണമെന്ന്, എന്തോ സന്തോഷമുള്ള കാഴ്ച കാണാനാണെന്ന്. എന്താണെന്ന് എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല, നീയെങ്കിലും ഒന്ന് പറയടാ. അന്നേരം വരൻ പറയണേ, ആ അത് ഇയാൾ പറഞ്ഞത് ശരിയാ, മുത്തശ്ശീനെ ഒരു ദിവസം മുഴുവൻ ആ CI ജയിലിലിട്ടില്ലേ, മുത്തശ്ശീനെ കുത്തി നോക്കുന്ന രീതിയിൽ ഓരോ വാക്കുകൾ പറഞ്ഞില്ലേ, അപ്പോൾ മുത്തശ്ശിയുടെ മനസ്സിൽ ശരിക്കും എന്താ തോന്നിയത്? ഞങ്ങൾ പുറത്ത് നിൽക്കുന്നത് കൊണ്ട് അതോർത്തുള്ള വിഷമമുണ്ടായിരുന്നു എന്ന് പറയണ്ട, അത് ഞങ്ങൾക്കറിയാം. അല്ലാതെ കണിമംഗലത്ത് ജയഭാരതി അമ്മ എന്ന നിലയിൽ മുത്തശ്ശിയുടെ മനസ്സിൽ എന്താണ് തോന്നിയത്? അന്നേരം മുത്തശ്ശി വരണേ, അത് പിന്നെ എന്നോട് ആ ദ്രോഹമൊക്കെ ചെയ്ത് അയാളുണ്ടല്ലോ, അയാളെ ഒരു ദിവസമെങ്കിലും അയാൾ ചെയ്ത ആ കാര്യങ്ങൾക്ക് അയാളുടെ മുഖത്ത് നോക്കി കണക്ക് ചോദിക്കണമെന്ന് തോന്നി, അയാളോട് പ്രതികാരം കിട്ടണമെന്ന് തോന്നി. അന്നേരം വരൻ ചിരിച്ചുകൊണ്ട് പറയണേ, എന്നാൽ അതിനുള്ള ദിവസം നാളെയാ മുത്തശ്ശി. അയാൾ തല താഴ്ത്തി മുത്തശ്ശിയുടെ മുമ്പിൽ നിൽക്കും, അയാളെ ചതിച്ച എല്ലാവർക്കും അയാളുടെ മുഖത്ത് നോക്കി പറയാനുള്ളത് പറയാനും ചെയ്ത ശിക്ഷകൾക്ക് അയാൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കാനുള്ള ദിവസമാണ് നാളെ. എൻ്റെ മുത്തശ്ശീനെ വിഷമിച്ച് അയാളുണ്ടല്ലോ ഇനി കാക്കിക്കുപ്പായ അണിഞ്ഞ് നടക്കില്ല, അയാളുടെ തലയിൽ നാളെ മുതൽ തൊപ്പി കാണില്ല. ഇവൻ എന്തൊക്കെയായി പറയുന്നത് മോളെ? ഇവനിനി പറയുന്ന മട്ടും പാവൊക്കെ കേട്ടിട്ട് അയാൾ അങ്ങ് തട്ടിക്കളയാനുള്ള ഉദ്ദേശം വല്ലതുമാണോ? അന്നേരം രാധിക പറയണേ, ആ വരടിൻ്റെ മനസ്സിലും ആദ്യം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, പക്ഷെ ഞാൻ ഒരുവിധം പറഞ്ഞ് തണുപ്പിച്ചിട്ടുണ്ട്. നാളെ നടക്കാൻ പോകുന്നത് വേറെയാ മുത്തശ്ശി, അത് മുത്തശ്ശി നേരി തന്നെ കണ്ടാൽ മതി. അന്നേരം വരൻ പറയണേ, എൻ്റെ ഈ പൊന്നു മുത്തശ്ശീനെ ജയിലിലാക്കി അവനെ ഉണ്ടല്ലോ, അവന് അതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും, അവൻ അനുഭവിച്ചിരിക്കും, അത് ഞാൻ എൻ്റെ മുത്തശ്ശിയെ കൊണ്ട് നേരി കാണിപ്പിക്കുകയും ചെയ്യും, മുത്തശ്ശി നോക്കിക്കോ. അങ്ങനെ പറഞ്ഞ് അവർ മൂന്നുപേരും കൂടി സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ആറ്റുവശ്ശേരിയാണ് കേട്ടോ. അവിടെ പ്രിയങ്ക നിലവിളക്ക് കത്തിച്ച് വരുവാണ്. ഈ സമയം മുത്തശ്ശി പായൊക്കെ എടുത്ത് തറയിൽ വിരിച്ച് ഉമ്മർത്ത് തന്നെ നിലവിളക്കുമായിട്ട് പ്രിയങ്കയോട് ഇരിക്കാൻ പറയുക. അതിനെ പ്രിയങ്ക ചോദിക്കണേ, അല്ല മുത്തശ്ശി എന്തിനാ നിലവിളക്കൊക്കെ കത്തിച്ചുകൊണ്ട് വന്നത്, എന്താ കാര്യം? അന്നേരം സുകുമാരി പറയണേ, എടി നമ്മളെല്ലാ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും ആ രാധികയ്ക്കെതിരെ, എന്നിട്ട് എല്ലാത്തിൻ്റെ അവസാനം എന്താ ജയ ആൾക്കായിരിക്കും. അതിൻ്റെ കാരണം എന്താ? അവളുടെ ഒടുക്കത്തെ ഭക്തിയല്ലേ. നമ്മളും ഇനി ഭഗവാൻ അങ്ങ് പിടിക്കാൻ തീരുമാനിച്ചു, അവളുടെ ഒപ്പം മാത്രമാണോ ഭഗവാൻ നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. നീ പണ്ട് കൃഷ്ണസ്തുതിയൊക്കെ പാടിയതല്ലേ, അങ്ങ് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രിയങ്ക ഭഗവാന്റെ ഒരു സ്തുതികീർത്തനമൊക്കെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണടിച്ചിങ്ങനെ കൈകൂപ്പിരിക്കുവാണ്. ഈ സമയത്തായിരിക്കും കേട്ടോ പുറത്തു പോയ ദേവനും യശോദയും തിരികെ വരുന്നത്. അവർ ഈ കാഴ്ച കണ്ട് അത്ഭുതത്തോടെ നോക്കുക. എന്താ ദേവട്ടെ നമ്മൾ ഈ കാണുന്നത്? അന്നേരം ദേവൻ ചോദിക്കണേ, അല്ല ഇവർക്കിതെന്ത് പറ്റി? ആർക്കറിയാം. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും ആ കാഴ്ച കണ്ട് പ്രിയങ്കനെ മുത്തശ്ശിനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി പോകുവാണ്ടോ. ഈ സമയത്താണെങ്കിൽ പ്രിയങ്ക നല്ല പാട്ടിലായിരിക്കും. അന്നേരം സുകുമാരി അവർ കയറിപ്പോയതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി വരണേ, അതെ അവരൊക്കെ പോയി. ഈ സമയം അതും പറഞ്ഞ് പ്രിയങ്കയും മുത്തശ്ശിയും ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് മോഹനൻ ആ ക്വാർട്ടേഴ്സിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഈ സമയം പോലീസുകാരും മീഡിയാസും എല്ലാവരും ആ ഒരു ക്വാർട്ടേഴ്സിന് ചുറ്റും വളയുവാണ്. അങ്ങനെ വരനും രാധികയും മുത്തശ്ശിയും മൃദുലയുടെ മോളും എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടാകും പുറത്ത് തന്നെ. ഈ സമയം ACPയും മറ്റു പോലീസുകാരും ചേർന്ന് അകത്തേക്ക് ചെന്ന് ചന്ദ്രമോഹനെ പിടിച്ചെടുക്കുവാണ് കേട്ടോ. അങ്ങനെ ആ കൈക്കൂലിയായിട്ട് വാങ്ങിയ പണത്തോടു കൂടി തന്നെ ചന്ദ്രമോഹനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയം പോലീസുകാർ നേരത്തെ തന്നെ ആ ഒരു പയ്യനെയും പയ്യൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ അവരെയും കൂടി കാണുന്നതോടെ താൻ പെട്ടുവെന്നും മോഹനും മനസ്സിലാകുവാണ്. അന്നേരം മീഡിയക്കാരെല്ലാവരും കൂടി വട്ടം കൂടിയും പോലീസുകാരോട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുക. ഈ സമയം ആ ACP പറയണേണ്, അഴിമതി ഡിപ്പാർട്ട്മെൻറ്റിനകത്താണെങ്കിലും ഞങ്ങളെ വെച്ച് പൊറപ്പിക്കില്ല. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, സ്വയം ശുദ്ധീകരിക്കുക. സാമൂഹ്യ ദ്രോഹികളായ ഒരാളെ ഇതിൽ വെച്ച് പൊറപ്പിക്കില്ല. പേടിച്ചുകൊണ്ട് വാടോ ഇയാളെ. അങ്ങനെ പറഞ്ഞ് കൂടി നിന്ന ആൾക്കാരുടെ എല്ലാവരുടെയും മുമ്പിൽ കൂടി മോഹനെയും കൂട്ടാളികളെയൊക്കെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവരുവാണ്. ഈ സമയം ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ തലയുയർത്തി പിടിച്ച് നിൽക്കുമായിരിക്കോട്ടോ ജയഭാരതി അമ്മയും വരണം മുത്തശ്ശിയൊക്കെ. അന്നേരം മൃദുലയും മോളും കൂടി ചേർന്ന് മോഹനോടും ആ പയ്യനോടും ഒക്കെ കണക്കിന് ചോദിക്കുകയും അവർക്ക് പറയാനുള്ളതെല്ലാം പറയുകയും ആ പയ്യൻ്റെ കാരണത്തിട്ടൊന്ന് പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജയഭാരതി അമ്മയും വരനും ഒക്കെ ആ CI മോഹന് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് ഈ വാർത്തയെല്ലാം TV-യിലും മറ്റുമൊക്കെ പ്രചരിക്കുവാണ്. അങ്ങനെ ആറ്റുവാശ്ശേരിയിലും ഈ വാർത്തയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ദേവനും യശോദയും. ഈ സമയം ഈ കാര്യം അറിഞ്ഞ് മുത്തശ്ശിയും പ്രിയങ്കയും കൂടി അങ്ങോട്ടേക്ക് ഓടി വന്ന് ഈ കാഴ്ച കൊണ്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടലോട് കൂടി നിൽക്കുവാണ്. പിന്നീട് മുത്തശ്ശിയും പ്രിയങ്കയും കൂടി സംസാരിക്കുന്നതാണ് കാണുന്നത്. മുത്തശ്ശി ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ CI ആയിരുന്നു നമുക്കുണ്ടായിരുന്ന ആകെ ഒരു ധൈര്യം. അയാളിപ്പോൾ തൊപ്പിയും തെറിച്ച് പോലീസ് സ്റ്റേഷനിലായി കിടക്കുക.
നമ്മളിനി എന്ത് ചെയ്യും മുത്തശ്ശി? നമ്മളെ കൊണ്ട് ഇനി ആ രാധയ്ക്കും വരുണിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? അവൾ വരുണിനൊപ്പം സന്തോഷത്തോടെ കൂടി ജീവിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരുമോ? ഈ സമയം മുത്തശ്ശി പറയണേ, അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലടി. രാധികയെ ഇല്ലാതാക്കാനായിട്ട് ഇനി നമ്മുടെ മുമ്പിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അവളെ വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പടിയിറക്കി വിടണമെങ്കിൽ വരുണിൻ്റെ നിയമപരമായ ഭാര്യയായി നീയുണ്ടല്ലോ, അവൾക്കെതിരെ കൂടുതൽ കേസ് കൊടുക്കണം. ഇനി അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞ് വരുണും രാധികയ്ക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുവാണ് പ്രിയങ്ക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്